ഉക്രൈൻ റഷ്യയുടെ എയർബേസുകളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. റഷ്യക്ക് വൻ പ്രഹരമാണ് ഉക്രൈൻ ഏൽപ്പിച്ചിട്ടുള്ളത്. 4 എയർബേസുകളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏകദേശം 40ഓളം യുദ്ധവിമാനങ്ങളാണ് ഉക്രൈൻ തകർത്തു കളഞ്ഞത്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിലാണ് ഉക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത് തന്നെ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാം. വെൽക്കം ബാക്ക് ടു മൈ ടോക്ക് സ്പേസ്. ലോകം ഇപ്പോൾ ഭീതിയിലാണ്. ഉക്രൈൻ ഇപ്പോൾ കൊളുത്തിവിട്ട ആക്രമണം ചെറുതൊന്നുമല്ല. എന്നാൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെന്ന് ആദ്യം ടെലഗ്രാഫ് വഴിയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇരു രാജ്യങ്ങളിൽ നിന്നും ഒരു സ്ഥിരീകരണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ 4 എയർബേസുകളിൽ ഒരെണ്ണം ന്യൂക്ലിയർ വെപ്പൺസ് വഹിക്കാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെന്നുള്ളതാണ്. അത് വലിയൊരു എയർക്രാഫ്റ്റ് ആണ് നശിപ്പിച്ചിട്ടുള്ളത്. 4 ബേസുകളിൽ ഒരെണ്ണം ന്യൂക്ലിയർ ബേസ് ആണ്. ഉക്രൈൻ പ്രസിഡന്റ് ഇത് സമ്മതിച്ചു കഴിഞ്ഞു. ഇത് നടത്തിയത് ഉക്രൈൻ ആണെന്നുള്ളത്. സെലൻസ്കി ഇക്കാര്യം സമ്മതിച്ചു. റഷ്യയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നല്ല. ടെലഗ്രാഫ് പുറത്തുവിട്ടു ആക്രമണം നടത്തിയ ദൃശ്യങ്ങളെല്ലാം. ഇതിലൂടെ കൺഫേം ചെയ്യാൻ പറ്റും ആക്രമണം നടന്നു കഴിഞ്ഞു എന്നുള്ളത്. ഉക്രൈൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഏകദേശം കുറച്ചു കാലമായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ അറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോ റഷ്യയുടെ എയർബേസുകളുടെ അടുത്ത് തന്നെ കുറച്ചു കാലമായിട്ട് ഉക്രൈൻ എന്ത് ചെയ്യുന്നു, സ്പൈ വർക്കേഴ്സ് തമ്പടിച്ചു നിന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇത് പെട്ടെന്ന് തൊടുത്തുവിട്ട ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. ഉക്രൈന്റെ ഏകദേശം 1 വർഷം കൊണ്ടുള്ള പ്ലാനിംഗ് ആണ്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ആക്രമണം. ഒന്ന് ആലോചിച്ചാൽ, റഷ്യക്ക് യാതൊരു തരത്തിലൊരു സംശയം തോന്നാത്ത രീതിയിൽ എയർബേസുകളുടെ അടുത്ത് തമ്പടിച്ച് വളരെ തന്ത്രപ്രധാനമായി നടത്തിയ ഒരു ഓപ്പറേഷൻ. ഇവിടെ ഈ ഒരു അറ്റാക്ക് എല്ലാം നടന്നിട്ടുള്ളത് ഒരേ സമയങ്ങളായിട്ടാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, റഷ്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉക്രൈന് വേണ്ട സഹായം കിട്ടിക്കാണും എന്നുള്ളതാണ്. ഇതിലും എടുത്തു പറയാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഉക്രൈൻ റഷ്യ സീസ് ഫയറിനെ കുറിച്ച് ചർച്ച നടത്താൻ ഇരിക്കെയാണ് ഇങ്ങനെയൊരു ആക്രമണം അവിടെ ഉണ്ടായിട്ടുള്ളത്. അതും ഒരു ബേസ് ന്യൂക്ലിയർ ബേസ് ആണ്. ഇനി ഇതിനെ എങ്ങനെയാകും റഷ്യ പകരം വീട്ടുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. റഷ്യ സ്ഥിരീകരിച്ചു അവർക്ക് നേരെ അറ്റാക്ക് നടന്നു ഉക്രൈന്റെ ഭാഗത്ത് നിന്നുമെന്ന്. ഒന്ന് നോക്കിയാൽ റഷ്യയുടെ നേർക്ക് നടന്നിട്ടുള്ളത് ഭീമാകാരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. റഷ്യയുടെ 4000 കിലോമീറ്റർ അകത്തേക്ക് കയറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ 4000 കിലോമീറ്റർ അകത്തേക്ക് ഡ്രോണുകൾ പ്രവേശിക്കുമ്പോൾ റഷ്യ ഇത് ശ്രദ്ധിച്ചില്ലേ? അവരെന്ത് നോക്കി നിൽക്കുകയായിരുന്നു? അങ്ങനെ പല ചോദ്യങ്ങളും നമുക്കിടയിലൊക്കെ ഉണ്ടാകാം. എന്നാൽ ആക്രമണം നടന്നിട്ടുള്ളത് ഡ്രോണുകൾ വഴി തന്നെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. എന്നാൽ ആകാശപാത വഴിയല്ല. പകരം എങ്ങനെയാണ്? ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. കാരണം റഷ്യ ഉക്രൈൻ ഗതാഗത മാർഗം ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. ഇതുവഴി ചരക്ക് നീക്കം നടക്കുന്നുമുണ്ട്. ഇതിലൂടെ പോകുന്ന ട്രക്കുകളിൽ 100 ഡ്രോണുകൾ കയറ്റിവിട്ട് ഈ ഡ്രോണുകൾ സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ആക്രമണം നടത്തുന്നതുമല്ല റഷ്യക്കുള്ളിൽ വെച്ചാണെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത. എയർബേസുകളിൽ അടുത്തുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് ഇവരെടുത്ത്, അതും റഷ്യക്ക് യാതൊരു സംശയം തോന്നാത്ത രീതിയിലൊക്കെയാണ്. എന്നിട്ട് ഈ ട്രക്കുകളിൽ നിന്നും വന്ന ഡ്രോണുകൾ ഈ കെട്ടിടങ്ങളുടെ ഉള്ളിൽ നിന്നും തന്നെ സ്ഥാപിച്ചാണ് ആക്രമണം നടന്നിട്ടുള്ളത്. എത്ര തന്ത്രപ്രധാനമായാണ് ഉക്രൈൻ ഈ ഒരു ആക്രമണം കൈകാര്യം ചെയ്തതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 1 വർഷം പ്ലാൻ ചെയ്താണ് സെലൻസ്കി ഇത് നടപ്പിലാക്കിയത്. അമേരിക്കയുടെ ഒരു പെർമിഷന് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു ഇത്രയും കാലം. റഷ്യക്ക് വൻ നഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. റഷ്യയുടെ ഏറ്റവും ആധുനിക വിമാനങ്ങളാണ് ഇപ്പോൾ ഇല്ലാതാക്കിയത്. പുടിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രയാസകരമായിട്ടുള്ള നിമിഷം തന്നെയായതിനാൽ ഇതിനുള്ള തിരിച്ചടി പുടിൻ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ വളരെ ക്രൂരമായി ആകുമോ എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. ഉക്രൈൻ കൃത്യമായി കണക്ക് കൂട്ടിയാണ് അടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സീസ് ഫയർ നടത്താനുള്ള ചർച്ചകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സെലൻസ്കി ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമോ? സെലൻസ്കി നേരിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇടപെട്ടത് കൊണ്ട് തന്നെ പുടിൻ വെറുതെ ഇരിക്കുകയുമില്ല. അതുപോലെ പുടിൻ പ്രഖ്യാപിച്ചതായിട്ട് പറയുന്നുണ്ട്, ഇനി നോക്കി നിൽക്കില്ല, ചാരമാക്കി കളയും ഉക്രൈനെ എന്ന്. അതിനർത്ഥം ആണവായുധം പ്രയോഗിക്കുമോ എന്നുള്ളതാണ്. റഷ്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ആക്രമണം ആദ്യമായിട്ടാണ് ഉണ്ടാവുക. അതിനാൽ പുടിൻ ഉക്രൈനെ ചാരമാക്കുന്നുള്ള ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. ആണവ ആക്രമണം പുടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ അത് ഉണ്ടാകാൻ പോകുന്ന
വിപത്ത് ഉക്രൈൻ എന്ന രാജ്യത്തിന് മാത്രമാകില്ല, പകരം എന്താണ്, ലോകം മുഴുവൻ അത് ബാധിക്കും. ഉക്രൈനെ സംബന്ധിച്ച് ഇത് മികച്ചൊരു യുദ്ധതന്ത്രം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ പ്രത്യാക്രമണം ഉക്രൈൻ നേരിടാൻ തയ്യാറെടുക്കുക എന്നതാണ് പറയാൻ കഴിയുന്നത്. പുടിൻ എടുത്തു ചാടി ഇപ്പോഴൊന്നും ചെയ്യില്ല, പക്ഷേ ആക്രമിക്കുമ്പോൾ അത് വേരോടെ പിഴുതെറിയുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അമേരിക്കയുടെ സഹായത്തിന്റെ ഉറപ്പിന്റെ മുകളിലാകും ഒരു പക്ഷേ ഇപ്പൊ ഉക്രൈൻ കണ്ണും പൂട്ടി അടിച്ചത്. എന്തായാലും വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ് എല്ലാവരും. റഷ്യയുടെ സമനില തെറ്റിയ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ കാണണം എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പം മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം.